നിങ്ങൾ ബത്തേരി തെരുവിലൂടെ ഒരു ജാഥ നടത്തുന്നു. ഉള്ളിയുടെ വില കുറയ്ക്കണം, ഭരണാധികാരികൾ നീതി പാലിക്കണം. ആ ജാഥ നിങ്ങൾ നടത്തുമ്പോൾ ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ടവനാണ്, നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ആശയം. അംബേദ്കർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജാഥ കോൺസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 21 ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതിൽ ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയുടെ ഏത് ഭാഗത്തും വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒഴികെ, അത് ലൈക്ക് പ്രതിരോധത്തിന്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് കയറാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ചില ട്രൈബൽ റീജിയൻസിൽ എല്ലാവർക്കും കയറി ചെന്ന് ഫോട്ടോ എടുക്കാനും അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ഒഴികെ ഇന്ത്യൻ പൊളിറ്റിയുടെ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഏത് സ്ഥലത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരനുണ്ട്. നിങ്ങൾ വില കൂട്ടി എന്ന് പറഞ്ഞൊരു ജാഥ 10 പേരോ അല്ലെ 50 പേരോ നടത്തുമ്പോൾ ഈ മനുഷ്യന്റെ, നിങ്ങളുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഒരാൾക്ക്, അയാൾക്ക് നിങ്ങളോട് യോജിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ യോജിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നുണ്ടാവുന്നില്ല. പക്ഷേ നിങ്ങൾ അയാളെ തടയുകയാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. അയാളുടെ സഞ്ചാരത്തിന് നിങ്ങൾ വിഘ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി നിങ്ങളത് ചെയ്യാൻ പാടില്ല. യോ ഫ്രീഡം എൻഡ്സ് വേർ സംബഡീസ് നോസ് ബിഗിൻസ്. ജാഥ നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ജാഥ നടത്തുമ്പോൾ അവന്റെ സ്വാതന്ത്ര്യം തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല, അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എന്താണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് അംബേദ്കർ പറഞ്ഞത്.